വലിച്ചു വാരി നോട്ട് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഇരുന്ന് എഴുതുമായിരുന്നു. അതൊക്കെ നിർത്തി. മലയാളത്തിന്റെ ഒരു സൈഡ് എഫക്റ്റും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? എത്രത്തോളം നിങ്ങൾ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം ഏർലി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു കൂട്ടായിട്ട് A+ എപ്പോഴും കൂടെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എക്സാമിൻ്റെ പ്രത്യേകിച്ച് അവസാന ഘട്ടങ്ങളിലൊക്കെ വളരെ കാമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മേഘനയാണ്. മലയാളം സബ്ജക്റ്റിൽ ഡിസംബർ 2025 സൈക്കിളിൽ നെറ്റ് നേടിയ വിദ്യാർത്ഥിനിയാണ്. മേഘന, സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രിപ്പറേഷൻ ജേർണി? PGയും UGയും ഒക്കെ ചെയ്തത് എവിടെയാണ്? എത്രാമത്തെ അറ്റംപ്റ്റ് ആണ് നെറ്റിലെന്ന് പറയാമോ? ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ UG നെന്മാറ NSS കോളേജിൽ നിന്നാണ്. PG പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ നിന്നാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് നെറ്റിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് ഏകദേശം എൻ്റെ സെക്കൻഡ് ഇയർ മുതലാണ്. ഫസ്റ്റ് ഇയർ ഞാൻ അങ്ങനെ എഴുതിയിരുന്നില്ല, സെക്കൻഡ് ഇയർ മുതലാണ്. A+ൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 2025 ഏപ്രിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ സബ്ജക്റ്റ് പേപ്പർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജനറൽ പേപ്പർ ഞാൻ എടുത്തിരുന്നില്ല. അതിനു മുൻപ് ഞാൻ ഒരു 2 തവണ നെറ്റ് ഓൾറെഡി എഴുതിയായിരുന്നു. പ്രിപ്പയർ ചെയ്തിട്ടല്ല, സീരിയസ് ആയി പ്രിപ്പയർ ചെയ്തത് ഞാൻ സെക്കൻഡ് ഇയർ മുതലാണ്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് അന്ന് ഓഫ്ലൈനായിട്ടൊരു എക്സാം നടന്നിരുന്നു. ക്യാൻസലായി പോയ എക്സാമിൻ്റെ ആയിരുന്നു ആദ്യത്തെ എഴുതിയ എക്സാം. അപ്പോൾ ഞാൻ അതൊട്ടും പഠിച്ചിട്ടായിരുന്നില്ല പോയിരുന്നത്. മാത്രമല്ല അവിടെ നിന്ന് പൊതുവെ കോളേജിൽ നിന്നായാലും സീനിയേഴ്സൊക്കെ മുൻപ് അച്ചീവ് ചെയ്തവരൊക്കെ വന്ന് പറയുമായിരുന്നു. എൻ്റെ അവിടെ സാർ മുൻപ് ഉണ്ടായിരുന്ന കുട്ടികളെ വിളിച്ച് മാഷിങ്ങനെ ഓറിയൻറ്റേഷനൊക്കെ സംഘടിപ്പിക്കുമായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കിത് കിട്ടില്ലല്ലോ, അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്തില്ല, എനിക്കിത് കിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ പിന്നെ എന്തിനാ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ എക്സാം എഴുതുന്നത്, ക്യാൻസലായി പോയ എക്സാം എഴുതുന്നത്. അത് എഴുതുമ്പോഴും കോൺഫിഡൻസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എഴുതി കഴിഞ്ഞിട്ട് ആ എക്സാം ഈസി ആണോ ടഫാണോ എന്ന് പറയാൻ കൂടെ എനിക്കറിയില്ലായിരുന്നു, കാരണം ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ അതിൻ്റെ ക്യാൻസലായി പോയി എന്നറിഞ്ഞപ്പോഴും വലിയ വികാരമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ എക്സാം വന്നതിന് ശേഷം അത് എഴുതിയപ്പോൾ വല്ലാത്ത റിഗ്രറ്റ് വന്നു. കാരണം ഏകദേശം ഒരുപാട് സെയിം ക്വസ്റ്റ്യൻസ് അതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം റിഗ്രറ്റ് വന്ന് ഞാൻ 1, 2, 3 ദിവസമൊക്കെ വീട്ടിലിരുന്നിട്ട് അയ്യോ പഠിക്കാമായിരുന്നു റിഗ്രറ്റ് അടിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അപ്പോൾ തോന്നി ഒന്ന് ഡിസംബറിലെ കൂടെ ഒന്ന് എഴുതാമെന്നുള്ള രീതിയിലാണ് 2024 ഡിസംബറിൽ എഴുതുന്നത്. ഡിസംബറിൽ എഴുതുമ്പോൾ അത്യാവശ്യം ടഫായിരുന്നു. ഞാൻ അധികം ജനറൽ പേപ്പറൊന്നും ഞാൻ നോക്കിയിരുന്നില്ല, എങ്കിലും സബ്ജക്റ്റ് പേപ്പർ അത്യാവശ്യം അറിയാമായിരുന്നു. എങ്കിലും ജനറൽ പേപ്പർ എനിക്ക് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും കോൺഫിഡൻസ് ഒക്കെ പോയി, വേണ്ട എഴുതണ്ട എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാഷ് വന്ന് പറയുന്നത്, കുറേ കുട്ടികളിങ്ങനെ റിവ്യൂസൊക്കെ പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തുകൂടെ, A+ൻ്റെ കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ടാണ് 2025 ഏപ്രിലിൽ ഞാൻ വരുന്നത്. അപ്പോൾ അപ്പോഴും ഞാൻ ജനറൽ പേപ്പർ എടുത്തിരുന്നില്ല, അത് ഏതെങ്കിലും നമുക്ക് ഗൈഡൊക്കെ നോക്കി പഠിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴും അതിൻ്റെ സിലബസ് മുഴുവൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ സെക്കൻഡ് പേപ്പർ മാത്രം എടുത്ത് പഠിച്ചു തുടങ്ങി. സെക്കൻഡ് പേപ്പർ തന്നെ ഒരുപാട് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് മുഴുവൻ കണ്ടു തീർക്കാൻ പറ്റും. പിന്നെ എൻ്റെ പ്രൊജക്റ്റ് PG ഡിസർട്ടേഷൻ തീസസ് കുറച്ച് സമയമായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തു. എന്നാലും ഞാൻ പഠിച്ചിരുന്നു, മാക്സിമം എത്തിക്കാൻ നോക്കി. പക്ഷെ അവസാനമായപ്പോൾ ഞാൻ മുഴുവൻ അതിൽ മുഴുകിപ്പോയി. അപ്പോൾ അത് നടന്നില്ല. അതിലെനിക്ക് ആദ്യത്തെ എക്സാം നടന്നതിൽ ഞാൻ അത്യാവശ്യം PhD ക്വാളിഫൈഡ് ആയിരുന്നു. പക്ഷേ ആ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒന്നും ക്വാളിഫൈഡ് ആയില്ല, തേർഡ് അറ്റംപ്റ്റിലും ഒന്നും ക്വാളിഫൈഡ് ആയില്ല, കാരണം ജനറൽ പേപ്പർ എടുത്തിരുന്നില്ല. പിന്നെ 2025 ഈ ഡിസംബർ സൈക്കിളിലാണ് ഞാൻ ജനറൽ പേപ്പറും രണ്ടും കൂടെ എടുത്ത് പഠനം തുടങ്ങിയത്. അപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് വന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ എത്രത്തോളം ഏർലി ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം ഏർലി ആയിട്ട് നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു തവണ അത്യാവശ്യം നല്ലവണ്ണം സ്കോർ ചെയ്യാനായിട്ട് പറ്റി. JRF സീരീസ് ഒക്കെ അത്യാവശ്യം നന്നായി എടുത്തായിരുന്നു, ക്ലാസ്സുകളായാലും. അങ്ങനെ ഒത്തിരി സന്തോഷം. ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ കുറേ ലിമിറ്റേഷൻസ്, പരിമിതികളുടെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റ് ടഫ് ഏരിയകൾ എങ്ങനെയായിരുന്നു? എനിക്ക് മാത്സ് പണ്ട് മുതലേ കുറച്ച് പുറകിലോട്ടാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ മുൻകൂട്ടി ഞാൻ കുറച്ച്, അതായത് മാത്സ് ആദ്യം
മാത്സും പിന്നെ റീഡിങ് കോംപ്രഹെൻഷൻ പിന്നെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷെ ഞാനൊരു പകുതി എത്തിയിട്ടാണ് അത് തുടങ്ങിയത്. അതെൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കായിരുന്നു. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയാലൊരു ശീലം വരുള്ളൂ. പിന്നെ അവസാനത്തെ 3 യൂണിറ്റും കുറച്ചുകൂടെ നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോൾ ആദ്യം എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് തന്നെ ഞാൻ ഒരുപാട് ഇരുന്ന് മാസങ്ങളോളം ഇരുന്ന് പഠിച്ചു. ഒരുപാട് പേര് വരുത്തുന്ന മിസ്റ്റേക്ക്. അതെ, ഫസ്റ്റ് യൂണിറ്റ് ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുമായിരുന്നു. അതിൻ്റെ തന്നെ ഇഷ്ടം പോലെ നോട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ സമയത്തോട്ട് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് തീരില്ല എന്തായാലും. അപ്പോൾ ഞാനത് നിർത്തി. ആ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അങ്ങനെ നിർത്തി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ളത് മാത്രം വലിച്ചു വാരി നോട്ട് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഇരുന്ന് എഴുതുമായിരുന്നു. അതൊക്കെ നിർത്തി. മലയാളത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റും കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി അത്യാവശ്യം പോയിന്റ് ആയത്. എന്തായാലും ഇനിയും JRF അറ്റംപ്റ്റിലേക്ക് പോകുമ്പോൾ 10ാം യൂണിറ്റിൽ നിന്ന് പഠിച്ചു തുടങ്ങാന്നൊരു ഐഡിയ ഞാനൊരു സജഷനായിട്ട് വെക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായി എൻ്റെ യൂണിറ്റുകൾ പഠിക്കാം. മലയാളം എങ്ങനെയുണ്ടായിരുന്നു ഭാഗ്യ ടീച്ചറിന്റെ ക്ലാസ്സുകൾ? ടീച്ചറുടെ ക്ലാസ്സുകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയും നോട്ട്സ് വളരെ പ്രിസൈസായി എഴുതണം. എക്സാമിൻ്റെ തൊട്ട് മുൻപുള്ള റിവിഷന് നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ആ നോട്ടായിരിക്കും. ടീച്ചർ ആവർത്തിച്ച് പറയുമ്പോൾ ടീച്ചർ പറയുന്ന വാക്കുകൾ എൻ്റെ തലയിൽ പോലും ഉണ്ട്. ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് നിങ്ങൾ എഴുതി സൂക്ഷിക്കാമെന്ന് ടീച്ചർ ഒരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ടോ? ഞാനും പല ലൈവ് ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ടീച്ചർ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു. 4-5 വർഷമായിട്ട് ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ട്. ആ ചെറിയ കുറിപ്പുകൾ ഹെൽപ്പ് ചെയ്തിരുന്നോ? അത് ആദ്യം ഞാൻ ചെയ്തിരുന്നില്ല. ആദ്യത്തെ എക്സാമിനായാലും ഞാൻ അത് ചെയ്തിരുന്നില്ല. ഇത് ആവർത്തിച്ച് പറയുമ്പോഴും ഞാൻ കേട്ടിരുന്നില്ല. ഞാൻ വലിച്ചു വാരി ഇരുന്ന് എഴുതുമായിരുന്നു. പിന്നെ അവസാനമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതായിരുന്നു നല്ലത്. കാരണം എക്സാമിന് മുൻപ് ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം മുമ്പ് നമ്മൾ അതേ നോക്കൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷനാണ് അത് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ഏകദേശം ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തിരുന്നു. പിന്നെ പഠിക്കുന്നതിനൊപ്പം തന്നെ ഓൾട്ടർനേറ്റായിട്ട് ടീച്ചറുടെ നോട്ട് കൂടാതെ തന്നെ സാഹിത്യ ചരിത്രങ്ങളും ടീച്ചറും ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. സാഹിത്യ ചരിത്രങ്ങളൊക്കെ സബ്ജക്റ്റിനെ ചെയ്തായിരുന്നു. അതും ചെയ്തായിരുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യണം, ക്ലാസ്സും കാണുന്നുണ്ടായിരുന്നു, ചെറിയ നോട്ട്സ് പ്രിസൈസായി എഴുതുന്നുണ്ടായിരുന്നു. എക്സാം അടുക്കുന്നോറും കുറച്ചെല്ലാം ചുരുക്കി കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അടിപൊളി. അപ്പോൾ കാര്യങ്ങള് പോരായ്മകൾ വിലയിരുത്തി തിരുത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് കേട്ടപ്പോൾ മനസ്സിലായത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി നെറ്റിലേക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? എത്രത്തോളം നിങ്ങൾ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം ഏർലി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനൊരു കൂട്ടായിട്ട് A+ എപ്പോഴും കൂടെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എക്സാമിൻ്റെ പ്രത്യേകിച്ച് അവസാന ഘട്ടങ്ങളിലൊക്കെ വളരെ കാമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരുപാട് 6 മാസത്തോളം കാലം ഇരുന്ന് പഠിക്കുന്നതിലുപരി നമ്മൾ ആ 3 മണിക്കൂർ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള മോട്ടിവേഷനൊക്കെ ഒരുപാട് A+ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ പേപ്പറിന് എന്തായാലും A+ കൂടെ ഉണ്ടാവും. സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളും വളരെ നല്ലതാണ്. ഭാഗ്യ ടീച്ചറുടെ ക്ലാസ് ആയാലും വളരെ കംഫർട്ടബിളാണ്. മാത്രമല്ല ഒരു മലയാളം ലിറ്ററേച്ചർ വിദ്യാർത്ഥി എന്ന നിലയിൽ അത് പഠിക്കുമ്പോൾ നമുക്ക് ചുറ്റും അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടിരിക്കുക. നമ്മുടെ സബ്ജക്റ്റിനോട് നെറ്റ് ക്രാക്ക് ചെയ്യാന്നതിനുപരി അതിനോടൊരു ഇഷ്ടം വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. അതായത് ഓരോ ദിവസം ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് ലിറ്ററേച്ചറിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സാഹിത്യത്തിന്. അപ്പോൾ അതും കൂടെ അറിയുക, സബ്ജക്റ്റിനോടൊരു സിൻസിയറിറ്റി കൂടെ കാണിക്കുക. എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു മേഘന. മേഘനയുടെ വാക്കുകൾ നിങ്ങളും കേട്ടു. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയും നോട്ടുകൾ എഴുതിയെടുക്കുകയും നേരത്തെ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലും പ്രാവർത്തികമാക്കുക. ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നന്ദി മേഘനയോട് അറിയിക്കുന്നു. JRF ജേർണിയിൽ തീർച്ചയായിട്ടും എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു. താങ്ക് യു.